ഭരണഘടനയുടെ 5-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം നോക്കാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി നൽകുമെന്നും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി നൽകുമെന്നും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയത് 1939 ആണെങ്കിലും ആഗസ്റ്റ് ഓഫർ വന്നത് 1940 ആഗസ്റ്റ് 8-നാണ്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയത് 1939 ആണെങ്കിലും ആഗസ്റ്റ് ഓഫർ വന്നത് 1940 ആഗസ്റ്റ് 8-നാണെന്ന് ഓർമ്മിക്കുക. 1940 ആഗസ്റ്റ് 8-ന് ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആര്? 1940 ആഗസ്റ്റ് 8-ന് ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ലില്ലിംഗ്തോ പ്രഭു. 1940 ആഗസ്റ്റ് 8-ന് ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ലിൻലിത്ഗോ പ്രഭു. 1940 ആഗസ്റ്റ് 8-ന് ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ലിൻലിത്ഗോ പ്രഭു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണ നേടുന്നതിന് വേണ്ടി 1940 ആഗസ്റ്റ് 8-ന് അന്നത്തെ വൈസ്രോയ് ലോർഡ് ലിൻലിത്ഗോ ആണ് ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. ആഗസ്റ്റ് ഓഫറിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആഗസ്റ്റ് ഓഫറിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ആഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവിയും ഡൊമീനിയൻ സ്റ്റാറ്റസ്, പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടന നിർമ്മാണ രൂപവൽക്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകി. ഓപ്ഷൻ ബി. ആഗസ്റ്റ് ഓഫറിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ആഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവിയും ഡൊമീനിയൻ സ്റ്റാറ്റസ്, പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപവൽക്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും നൽകി. ഓപ്ഷൻ എ തെറ്റാണ്. പൂർണ്ണ സ്വരാജ് അല്ല, ഡൊമീനിയൻ പദവിയാണ് വാഗ്ദാനം ചെയ്തത്. മുസ്ലിം ലീഗ് ആഗസ്റ്റ് ഓഫറിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്തു എന്നുള്ളത് തെറ്റാണ്. മുസ്ലിം ലീഗ് തള്ളുകയാണ് ചെയ്തത്. ഗാന്ധിജി ആഗസ്റ്റ് ഓഫറിനെ തുടർന്ന് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു. അതും തെറ്റാണ്. അന്ന് തുടങ്ങിയത് വ്യക്തിഗത സത്യാഗ്രഹമാണ്. ക്വിറ്റ് ഇന്ത്യ 1942-ലാണ്. ക്വിറ്റ് ഇന്ത്യ 1942-ലാണ്. ആഗസ്റ്റ് ഓഫർ 1940-നെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആഗസ്റ്റ് ഓഫർ 1940-നെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1940 ആഗസ്റ്റ് 8-ന് ലിൻലിംഗ്തോ പ്രഭുവാണ് ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. ആഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭരണഘടന നിർമ്മാണ സഭ രൂപവൽക്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകി. കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കും. ന്യൂനപക്ഷങ്ങളുടെ അംഗീകാരമില്ലാതെ ഭാവി ഭരണഘടന അംഗീകരിക്കില്ല എന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി. ഇവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2 മാത്രം, 2, 3 മാത്രം ശരി, 1, 2, 3 മാത്രം ശരി, 1, 2, 3, 4 എല്ലാം ശരി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. 1, 2, 3, 4 എല്ലാം ശരിയാണ്. 1, 2, 3, 4 എല്ലാം ശരിയാണ്. 1940 ആഗസ്റ്റ് 8-ന് ലിൻലിത്ഗോ പ്രഭുവാണ് ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. ആഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അംഗീകാരമില്ലാതെ ഭാവി ഭരണഘടന അംഗീകരിക്കില്ല എന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ കിട്ടാൻ 1940 ആഗസ്റ്റ് 8-ന് ലിൻലിത്ഗോ പ്രഭു നടത്തിയ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് ഓഫർ. ഡൊമീനിയൻ പദവി, ഭരണഘടനാ നിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരണം, ന്യൂനപക്ഷ വീറ്റോ എന്നിവയായിരുന്നു പ്രധാന ഉള്ളടക്കം. കോൺഗ്രസ് മുസ്ലിം ലീഗ് ഇത് തള്ളിയതിനാൽ പരാജയപ്പെട്ടു. ആഗസ്റ്റ് ഓഫറിനോടുള്ള പ്രതികരണം എന്തായിരുന്നു? ആഗസ്റ്റ് ഓഫറിനോടുള്ള പ്രതികരണം എന്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. കോൺഗ്രസും മുസ്ലിം ലീഗും എതിർത്തു. ആഗസ്റ്റ് ഓഫറിനോടുള്ള പ്രതികരണം ഓപ്ഷൻ സി. കോൺഗ്രസും മുസ്ലിം ലീഗും എതിർത്തു. കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നും പറഞ്ഞു. ലീഗ് പാകിസ്ഥാൻ ആവശ്യം അംഗീകരിച്ചില്ല എന്നും പറഞ്ഞും രണ്ടു കൂട്ടരും എതിർത്തു. അതോടെ ഓഫർ പരാജയപ്പെട്ടു. കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നും പറഞ്ഞും ലീഗ് പാകിസ്ഥാൻ ആവശ്യം അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞും രണ്ടു കൂട്ടരും എതിർത്തു. അതോടെ ഓഫർ പരാജയപ്പെട്ടു.
ആഗസ്റ്റ് ഓഫർ 1940 ആഗസ്റ്റ് 8 മുന്നോട്ട് വെച്ച സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ആഗസ്റ്റ് ഓഫർ 1940 ആഗസ്റ്റ് 8 മുന്നോട്ട് വെച്ച സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിൻസ്റ്റൺ ചർച്ചിൽ. ആഗസ്റ്റ് ഓഫർ 1940 ആഗസ്റ്റ് 8 മുന്നോട്ട് വെച്ച സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഓപ്ഷൻ ബി വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ 1942 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ദൗത്യം ഏത്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ 1942 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ദൗത്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ 1942 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ദൗത്യം ഓപ്ഷൻ സി ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ 1942 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ദൗത്യം ക്രിപ്സ് മിഷൻ. ആഗസ്റ്റ് ഓഫർ 1940 പരാജയപ്പെട്ടതിന് ശേഷം 1942 ജപ്പാൻ യുദ്ധത്തിൽ ഇന്ത്യയോട് അടുത്തപ്പോൾ ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കാൻ ചർച്ചിൽ സർ സ്റ്റാൻഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിൽ അയച്ച ദൗത്യമാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സർ സ്റ്റാൻഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ഓപ്ഷൻ സി സർ സ്റ്റാൻഫോർഡ് ക്രിപ്സ്. 1942 മാർച്ചിൽ ഇന്ത്യയിലെത്തിയ ക്രിപ്സ് മിഷന് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ അംഗമായിരുന്ന സർ സ്റ്റാൻഫോർഡ് ക്രിപ്സ് ആയിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ സുഹൃത്തായി അറിയപ്പെട്ടിരുന്നു. ക്രിപ്സ് മിഷനെ 1942 ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്രിപ്സ് മിഷനെ 1942 ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ശരിയായ ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിപ്സ് മിഷനെ 1942 ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. 1940 മുതൽ 1945 വരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ആഗസ്റ്റ് ഓഫർ 1940 പോലെ തന്നെ ക്രിപ്സ് മിഷൻ 1942 ഇന്ത്യയിലേക്ക് അയച്ചത് ചർച്ചിൽ തന്നെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ വേണ്ടി. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്ന്? ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്ന്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1942 മാർച്ച് 22. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്ന് 1942 മാർച്ച് 22. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ റങ്കൂൺ പിടിച്ചടക്കി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ സഹകരണം ഉറപ്പാക്കാൻ 1942 മാർച്ച് 22 സ്റ്റാൻഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തി. ക്രിപ്സ് മിഷൻ 1942 പ്രധാന നിർദ്ദേശങ്ങൾ എന്തായിരുന്നു? ക്രിപ്സ് മിഷൻ 1942 പ്രധാന നിർദ്ദേശങ്ങൾ എന്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യുദ്ധാനന്തരം പുത്രിക രാജ്യ പദവിയും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യുദ്ധാനന്തരം പുത്രിക രാജ്യ പദവിയും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയും. ക്രിപ്സ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഓപ്ഷൻ ബി യുദ്ധാനന്തരം പുത്രിക രാജ്യ പദവിയും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയും. ക്രിപ്സ് മിഷനുമായി 1942 ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ക്രിപ്സ് മിഷനുമായി 1942 ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്രിപ്സ് മിഷൻ 1942 ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ്. 1940 മുതൽ 1946 വരെ തുടർച്ചയായി 6 വർഷം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് മൗലാന ആസാദാണ്. അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് ഓഫർ 1940, ക്രിപ്സ് മിഷൻ 1942, ക്വിറ്റ് ഇന്ത്യ 1942, ക്യാബിനറ്റ് മിഷൻ 1946 തുടങ്ങിയ എല്ലാ നിർണായക ചർച്ചയിലും കോൺഗ്രസിനെ നയിച്ചത് അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് ഓഫർ 1940, ക്രിപ്സ് മിഷൻ 1942, ക്വിറ്റ് ഇന്ത്യ 1942, ക്യാബിനറ്റ് മിഷൻ 1946 തുടങ്ങിയ എല്ലാ നിർണായക ചർച്ചകളിലും കോൺഗ്രസിനെ നയിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു. ക്രിപ്സ് മിഷൻ നിർദ്ദേശങ്ങൾ കോൺഗ്രസ് തള്ളിയതിൻ്റെ പ്രധാന കാരണം എന്ത്? ക്രിപ്സ് മിഷൻ നിർദ്ദേശങ്ങൾ കോൺഗ്രസ് തള്ളിയതിൻ്റെ പ്രധാന കാരണം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഉടനടി പൂർണ്ണ സ്വാതന്ത്ര്യവും യഥാർത്ഥ അധികാര കൈമാറ്റവും നൽകാൻ തയ്യാറായില്ല. ഉടനടി പൂർണ്ണ സ്വാതന്ത്ര്യവും യഥാർത്ഥ അധികാര കൈമാറ്റവും നൽകാൻ തയ്യാറായില്ല. ക്രിപ്സ് മിഷൻ നിർദ്ദേശങ്ങളെ മുസ്ലിം ലീഗ് എതിർത്തതിൻ്റെ കാരണം? ക്രിപ്സ് മിഷൻ നിർദ്ദേശങ്ങളെ മുസ്ലിം ലീഗ് എതിർത്തതിൻ്റെ കാരണം?
ശരിയായ ഓപ്ഷൻ ബി പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം എന്ന ആവശ്യം വ്യക്തമായി അംഗീകരിച്ചില്ല. ശരിയായ ഓപ്ഷൻ ബി പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം എന്ന ആവശ്യം വ്യക്തമായി അംഗീകരിച്ചില്ല. പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് എന്ന്. പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് എന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1942 ഏപ്രിൽ 12. പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് എന്ന്. 1942 ഏപ്രിൽ 12. പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 1942 ഏപ്രിൽ 12. ഇതിൻ്റെ പരാജയമാണ് പിന്നീട് 1942 ആഗസ്റ്റിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് വഴിവെച്ചത്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻതീയതിയിട്ട ചെക്ക് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ക്രാഷിംഗ് ബാങ്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻതീയതിയിട്ട ചെക്ക് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ക്രാഷിംഗ് ബാങ്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ക്രിപ്സ് മിഷനെ. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻതീയതിയിട്ട ചെക്ക് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ക്രാഷിംഗ് ബാങ്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ ആണ് എന്ന് ഓർമ്മിക്കുക. വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ച വൈസ്രോയി ആരാണ്? എപ്പോൾ? വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ച വൈസ്രോയി ആരാണ്? എപ്പോൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലോർഡ് വേവൽ 1945 ജൂൺ 14. വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ച വൈസ്രോയി ആരാണ്? എപ്പോൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലോർഡ് വേവൽ 1945 ജൂൺ 14. ലോർഡ് വേവൽ 1945 ജൂൺ 14. വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ചത് ലോർഡ് വേവൽ 1945 ജൂൺ 14. വേവൽ പ്ലാൻ അനുസരിച്ചാണ് സിംല സമ്മേളനം 1945 ജൂൺ 25 വിളിച്ചു ചേർത്തത്. വേവൽ പ്ലാൻ അനുസരിച്ചാണ് സിംല സമ്മേളനം 1945 ജൂൺ 25 വിളിച്ചു ചേർത്തത്. വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ച വൈസ്രോയി ലോർഡ് വേവൽ 1945 ജൂൺ 14. വേവൽ പ്ലാൻ അനുസരിച്ച് ഷിംല സമ്മേളനം വിളിച്ചു ചേർത്തത് എന്ന്. വേവൽ പ്ലാൻ അനുസരിച്ച് ഷിംല സമ്മേളനം വിളിച്ചു ചേർത്തത് എന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1945 ജൂൺ 25. വേവൽ പ്ലാൻ അനുസരിച്ച് ഷിംല സമ്മേളനം വിളിച്ചു ചേർത്തത് 1945 ജൂൺ 25. വേവൽ പ്ലാൻ അനുസരിച്ച് ഷിംല സമ്മേളനം വിളിച്ചു ചേർത്തത് 1945 ജൂൺ 25. വേവൽ പ്ലാൻ നിലവിൽ വന്നത് 1945 ജൂൺ 14. വേവൽ പ്ലാൻ അനുസരിച്ച് ഷിംല സമ്മേളനം നടന്നത് 1945 ജൂൺ 25. ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസിനെ നയിച്ചത് മൗലാന ആസാദാണ്. ലീഗിനെ നയിച്ചത് ജിന്നയാണ്. പക്ഷേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തുല്യ അംഗങ്ങൾ എന്ന തർക്കത്തിൽ സമ്മേളനം പരാജയപ്പെട്ടു. 1945 ജൂൺ 25 നടന്ന ഷിംല സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ വ്യക്തികൾ ഇത്ര. 1945 ജൂൺ 25 നടന്ന ഷിംല സമ്മേളനത്തിൽ ഷിംല കോൺഫറൻസ് പങ്കെടുത്ത ആകെ വ്യക്തികൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 21. 1945 ജൂൺ 25 നടന്ന ഷിംല സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികൾ ഓപ്ഷൻ ബി 21. 1945 ജൂൺ 25 നടന്ന ഷിംല സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ വ്യക്തികൾ 21 അംഗങ്ങൾ. 21 അംഗങ്ങൾ എന്നോർമ്മിക്കുക. ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ആര്? ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ക്രിപ്സ് മിഷൻ 1942. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ക്രിപ്സ് മിഷൻ 1942. ക്രമം ഓർക്കാൻ. ആഗസ്റ്റ് ഓഫർ 1940 ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി അംഗീകരിച്ചു. ആഗസ്റ്റ് ഓഫർ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി അംഗീകരിച്ചത് ആഗസ്റ്റ് ഓഫർ 1940 ക്രിപ്സ് മിഷൻ 1942 അത് എങ്ങനെ രൂപീകരിക്കണം എന്ന് വ്യക്തമായി നിർദ്ദേശിച്ചു. ക്രിപ്സ് മിഷൻ 1942 അതെങ്ങനെ രൂപീകരിക്കണം എന്ന് വ്യക്തമായി നിർദ്ദേശിച്ചു. വേവൽ പ്ലാൻ 1945 ഭരണഘടനാ നിർമ്മാണത്തിന് മുന്നോടിയായി ഇന്ത്യക്കാരുടെ മാത്രം എക്സിക്യൂട്ടീവ് കൗൺസിൽ നിർദ്ദേശിച്ചു. വേവൽ പ്ലാൻ 1945 ഭരണഘടനാ നിർമ്മാണത്തിന് മുന്നോടിയായി ഇന്ത്യക്കാരുടെ മാത്രം എക്സിക്യൂട്ടീവ് കൗൺസിൽ നിർദ്ദേശിച്ചു. ക്യാബിനറ്റ് മിഷൻ 1946 ഭരണഘടനാ നിർമ്മാണ സഭ യഥാർത്ഥത്തിൽ രൂപീകരിച്ചു. ക്യാബിനറ്റ് മിഷൻ 1946 ഭരണഘടനാ നിർമ്മാണ സഭ യഥാർത്ഥത്തിൽ രൂപീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷൻ എന്നാണ് ഉത്തരം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമേ നിർദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ ക്രിപ്സ് മിഷനാണ് ഉത്തരം. 1942 ഭരണഘടന രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷൻ 1946. ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്താൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ക്ലെമൻ്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച മിഷൻ.
ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്താൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച മിഷൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്യാബിനറ്റ് മിഷൻ 1946. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്ന്? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്ന്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1946 മാർച്ച് 23 കറാച്ചിയിൽ, 24 ഡൽഹിയിൽ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്ന്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1946 മാർച്ച് 23 കറാച്ചിയിൽ, 24 ഡൽഹിയിൽ. ക്യാബിനറ്റ് മിഷൻ 1946 അംഗങ്ങൾ ആരൊക്കെ? ക്യാബിനറ്റ് മിഷനിലെ 1946 അംഗങ്ങൾ ആരൊക്കെ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പെതിക് ലോറൻസ്, സ്റ്റാർഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ 1946 അംഗങ്ങൾ ആരൊക്കെ? പെതിക് ലോറൻസ്, സ്റ്റാൻഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. പെതിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ 1946 ചെയർമാൻ ആരായിരുന്നു? ക്യാബിനറ്റ് മിഷൻ 1946 ചെയർമാൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പെതിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ 1946 ചെയർമാൻ ആരായിരുന്നു? ക്യാബിനറ്റ് മിഷൻ 1946 ചെയർമാൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പെതിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ്റെ 1946 ചെയർമാൻ ആരായിരുന്നു? പെതിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് എന്ന്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് എന്ന്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് എന്ന്? 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23 കറാച്ചിയിലും പിന്നെ 24 ഡൽഹിയിലും ആണെന്ന് ഓർമ്മിക്കുക. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധീകരിച്ചതെന്ന് വെച്ചാൽ 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിച്ചത് എന്ന്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിച്ചത് എന്ന്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1946 സെപ്റ്റംബർ 2. ശരിയായ ഉത്തരം 1946 സെപ്റ്റംബർ 2. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിച്ചത് എന്ന്? 1946 സെപ്റ്റംബർ 2. 1946 സെപ്റ്റംബർ 2 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 12 അംഗങ്ങളുമായി ആദ്യ ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വന്നു. മുസ്ലിം ലീഗ് ആദ്യം ബഹിഷ്കരിച്ചു. 1946 ഒക്ടോബർ 26 മുസ്ലിം ലീഗിലെ 5 അംഗങ്ങൾ കൂടി ചേർന്നു. ലിയാഖത്ത് അലി ഖാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായി. ഇതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ മന്ത്രിസഭയുടെ അടിസ്ഥാനം. 1946 ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആരൊക്കെ? 1946 ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആരൊക്കെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രസിഡന്റ് വേവൽ പ്രഭു, വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. 1946 ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആരൊക്കെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രസിഡന്റ് വേവൽ പ്രഭു, വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. ക്യാബിനറ്റ് മിഷൻ 1946 ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ക്യാബിനറ്റ് മിഷൻ 1946 ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന ആസാദ് ആണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് മൗലാന ആസാദാണ് ഏറ്റവും കൂടുതൽ കാലം 1940 തൊട്ട് 46 വരെ തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നത് 2ാം ലോക മഹായുദ്ധകാലത്ത്. ക്യാബിനറ്റ് മിഷൻ ചർച്ചയ്ക്ക് ശേഷം 1946 നവംബറിൽ മീററ്റിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം സ്ഥാനം JB കൃപലാനിക്ക് കൈമാറി. ക്യാബിനറ്റ് മിഷൻ ചർച്ചയ്ക്ക് ശേഷം 1946 നവംബറിൽ മീററ്റിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് മൗലാന അബ്ദുൽ കലാം ആസാദ് സ്ഥാനം JB കൃപലാനിക്ക് കൈമാറി. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് കൃപലാനി ആയിരുന്നു എന്ന് ഓർമ്മിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു.